ദുരന്തബാധിതരിൽ നിന്ന് ഈടാക്കിയ പണം ഗ്രാമീൺ ബാങ്ക് കൽപ്പറ്റ ശാഖ തിരികെ നൽകി തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. 3 പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ പണം തിരികെ നൽകിയെന്നുള്ള വിവരമാണ് അല്പം മുമ്പ് ഡിവൈഎഫ്ഐ നേതാക്കൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. ഇപ്പോൾ കൽപ്പറ്റ ശാഖയിൽ നിന്ന് വായ്പയെടുത്ത റെയ്ഹാനത്ത് നമ്മളൊപ്പം ചേരുകയാണ്. റെയ്ഹാനത്തിൻ്റെ ഇന്ന് എത്ര രൂപയാണ് ബാങ്ക് പിടിച്ചെടുത്തത്? എത്ര രൂപ തിരികെ നൽകി? ഇന്നലെയാണോ പണം തിരികെ നൽകിയത്? ഇപ്പോൾ റെയ്ഹാനത്ത് നമ്മളോടൊപ്പം ചേരും. ഏതായാലും റെയ്ഹാനത്ത് ഉൾപ്പെടെ 3 പേർക്ക് മാത്രമാണ് ഈ പണം തിരികെ ലഭിച്ചത് എന്നുള്ളതാണ് അല്പം മുമ്പ് ഡിവൈഎഫ്ഐ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും ഈ പിടിച്ചെടുത്ത നടപടിയെ ന്യായീകരിക്കുകയാണ് ബാങ്ക് അധികൃതർ. ഇപ്പോൾ റെയ്ഹാനത്ത് കൽപ്പറ്റയിലെ ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ നിന്ന് വായ്പയെടുത്ത റെയ്ഹാനത്ത് ചേരും. റെയ്ഹാനത്ത് എത്ര രൂപയാണ് ഇന്നലെ ബാങ്ക് റെയ്ഹാനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തിരികെ നൽകിയത്? എത്ര രൂപയാണ് റെയ്ഹാനത്ത് അവിടെ നിന്ന് വായ്പ എടുത്തത്? എന്തായിരുന്നു അവരുടെ നിലപാട് ഈ പണം തിരികെ വാങ്ങുന്നതിനായി? ഞാൻ വായ്പ എടുത്തത് 50,000 രൂപയായിരുന്നു. അതിൽ അടവ് കറക്റ്റ് നമ്മളെ ശമ്പളത്തിൽ നിന്ന് 1500 വെച്ചിട്ട് മാസം പിടിക്കുന്നതാണ്. അതിലിപ്പോ ഞങ്ങൾ ഉരുൾപൊട്ടി വന്ന് ഒരു 5 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ സാലറി കയറിയത്. ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ഒരുപാട് പണിയൊക്കെ ഇല്ലാതായിട്ടുണ്ട്. നല്ല മഴ ആയിരുന്നല്ലോ. മഴ ആയ കാരണം മാനേജ്മെന്റ് പണിയെടുക്കേണ്ട, നല്ല മഴയാണ്, എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നുകൊണ്ട് പണി ഇല്ലാതാക്കിയിരുന്നു. അപ്പൊ പണി കുറവാകെ 17 പണി 16 ദിവസത്തെ പണിയുള്ളൂ. അതിനൊരു 6000 രൂപയാണ് നമുക്ക് കയറി. നമ്മളിതെല്ലാം നഷ്ടപ്പെട്ടു. പുഞ്ചിരിമട്ടായിരുന്നു. അവിടെ എല്ലാം നഷ്ടപ്പെട്ടു. ഓടി രക്ഷപ്പെട്ട കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ചാൾ രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും മരണപ്പെട്ടു പോയി. കുറെ ബോഡി കിട്ടി, കുറെ കൂടി കിട്ടിയിട്ടില്ല. 22-23 ആളാണ് ഞങ്ങൾ നഷ്ടം. റെയ്ഹാനത്ത് പ്ലാന്റേഷനിലാണോ ജോലി ചെയ്യുന്നത്? അതെ അതെ, പ്ലാന്റേഷനിലാണ്. ഈ 50,000 രൂപ എത്ര നാൾ മുമ്പാണ് വായ്പ എടുത്തത്? വായ്പ എടുത്തിട്ട് 2 വർഷമായി. അത് കൃത്യമായി ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ കൃത്യമായി മാസം അടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? കൃത്യമായിട്ട് മാസം അടച്ചിരുന്നു. അതിൽ ഒരു മാസം ഞാൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആസ്പത്രി കേസായിട്ട് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു മാസം പെൻഡിങ്ങിൽ നിന്നിട്ടുണ്ട്. ബാക്കി ഫുള്ളും ഞാൻ അടച്ചു വന്നതാണ് ഇതുവരെ. ഇപ്പൊ കഴിഞ്ഞ ഈ മാസം വരെ ഞാൻ അടച്ചു വന്നതായിരുന്നു. ഇപ്പൊ ഈ ശമ്പളം 6000 രൂപ കയറിയത് അവരിത് പിടിച്ചു. ഞങ്ങൾ ക്യാമ്പിലായിരുന്നു. എനിക്ക് വല്ലാതെ എല്ലാരും പറഞ്ഞു ശമ്പളം കയറിയിട്ട് നോക്ക്, അത്യാവശ്യം നമുക്കൊന്ന് ഇതാക്കാനുള്ള പൈസ അതിലുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് അതിന്റെ മെസ്സേജ് നോക്കുമ്പോക്കിന് പൈസ കയറും ചെയ്ത് അപ്പൊ തന്നെ പിടിക്കുകയും ചെയ്ത്. അതായത് 6000 രൂപയാണ് ശമ്പള ഇനത്തിൽ റെയ്ഹാനത്തിന്റെ അക്കൗണ്ടിലേക്ക് പ്ലാന്റേഷൻ കമ്പനി ഇട്ടത് അല്ലേ? അതിൽ നിന്ന് 1500 രൂപ അപ്പോഴും തന്നെ ബാങ്ക് പിടിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ പിടിച്ചും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം SNS ചാനലിൽ വന്നപ്പോ അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. മെസ്സേജ് ഒക്കെ അവർ ഫോട്ടോ എടുത്ത് ചാനലിൽ ഇട്ടതിന് ശേഷം ആ മാനേജർ എന്നെ വിളിച്ചു. നിങ്ങൾ എന്താണ് ചാനലുകാരോട് അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ വല്ലാത്തൊരു വിഷമത്തിലാണ് വന്ന് മുണ്ടക്കായി. ആരും ഒരു വീട്ടിൽ ഒരാൾ നഷ്ടപ്പെടാത്ത ഒരു വീടും ഒരാൾക്കാരും ബാക്കിയായിട്ടില്ല. ബാക്കിയായ എല്ലാവരുടെ വീട്ടിൽ നിന്നും ഓരോരുത്തർ 2 ആളും 10 ആളും 20 ആളും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് 23 ആളാണ് നഷ്ടപ്പെട്ടത്. അതിൽ കുറച്ച് ബോഡിയൊക്കെ കിട്ടി, ബാക്കി ഒന്നും കിട്ടിയിട്ടില്ല. അതിന്റെ തെരച്ചിലും കാര്യങ്ങളും ആയപ്പോഴാണ് ഈ മാനേജറെ വിളി. അപ്പൊ ഞാൻ മാനേജറോട് പറഞ്ഞ് നിങ്ങൾ ഈ സമയത്ത് എന്തായാലും മുണ്ടക്കായി ആർക്കും ഒന്നുമില്ല, അപ്പൊ നിങ്ങളത് ബ്ലോക്ക് ആക്കി വെക്കേണ്ടിയിരുന്നു. ശമ്പളം കയറിയത് അപ്പൊ അവര് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ എല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് ആ കമ്പ്യൂട്ടർ അങ്ങനെ പിടിച്ചു പോകും മാസത്തില്. അത് ശരിയാണ്, അതൊക്കെ ശരിയായിരിക്കും. കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊന്നും കമ്പ്യൂട്ടറിലില്ലല്ലോ. അത് നിങ്ങൾക്കൊന്ന് ബ്ലോക്ക് ആക്കി വെക്കായിരുന്നു. ഈ 1500 പോയത് വല്ലാത്തൊരു വിഷമായി. നമ്മൾ ശമ്പളം കയറി എന്ന് പറഞ്ഞപ്പോ അതിൽ എന്തെങ്കിലും എടുത്ത് നമുക്ക് ഈ മക്കൾ ചെറിയ കുട്ടികളുണ്ട്. മോക്ക് ചെറിയ കുട്ടിയാണ്, സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്കൊക്കെ എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുക്കണേ, പുറത്തിറങ്ങണമെങ്കിലും 10 പൈസ കയ്യിലില്ലാതെ വന്ന് എല്ലാം നഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ ഈ 1500 നിങ്ങൾ പിടിക്കുന്നത് എത്ര മോശമായി സാറേ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് എനിക്ക് ഒരുപാട് അരവിളി വന്നു. ഞാൻ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കയറ്റി വിട്ടതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചു പോയത്, അല്ലെങ്കിൽ പിടിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിച്ച്. ഈ പണം തിരികെ പിടിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ റെയ്ഹാനത്ത് ബാങ്ക് മാനേജറുമായി ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, ഞാൻ ചാനലുകാരോടാണ് പറഞ്ഞത്. ചാനലുകാർ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചിരുന്നു. ഏഷ്യനെറ്റ് ചാനലുകാർ വന്ന് നമ്മളോട് കായമ്പല് വന്ന് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ബാങ്കുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, പൈസ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഉണ്ട് സാറേ, ഇങ്ങനെ പിടിച്ച്, അല്ലാതെ നമ്മളെ ശമ്പളം കയറിയത് അവര് പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരോട് സംസാരിച്ച് അവർ അന്ന് ആ ന്യൂസിലിട്ട്. അത് കണ്ടതിന് ശേഷമാണ് ബാങ്കുമായി ബന്ധപ്പെട്ടത്. റെയ്ഹാനത്തിന്റെ പരിചയത്തിലുള്ള നിരവധി പേര് ഇത് കണക്ക് വായ്പ എടുത്തിട്ടുണ്ടാവുമല്ലോ, അവരെ ഒന്നും പണം ഈടാക്കിയിട്ടുണ്ട് ഇങ്ങനെ? അറിയാവുന്ന ആരുണ്ടോ? ഒരുപാട് ആളെടുത്തിട്ടുണ്ട്. അതിൽ മിനിമോൾ എന്ന് പറഞ്ഞ ഒരാളെ 3000 രൂപ പിടിച്ചിട്ടുണ്ട് എന്റെ കൂട്ടത്തിലെടുത്താൻ. അവർ 1 ലക്ഷമാണ് എടുത്ത്. അവർ 3000 തിരിച്ചടക്കുന്നത്. ആ അടക്കുന്ന ആ 3000 അവരുടെ ശമ്പളത്തിൽ നിന്ന് അപ്പൊ തന്നെ പിടിച്ചു. എന്റേത് പിടിച്ച പോലെ തന്നെ പിറ്റേ ദിവസം അവരിതും പിടിച്ചിട്ടുണ്ടായി. വേറെ ഒരുപാട് ആളുണ്ട്, നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒരുപാട് ലോണും കാര്യങ്ങളും ഗ്രാമീണ ബാങ്ക് ആയിട്ടുണ്ട്. മരിച്ചു പോയവരൊക്കെ. റെയ്ഹാനത്തും മക്കളും ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ്? ഞങ്ങളിപ്പോ കൽപ്പറ്റ തുർക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് കിട്ടിയിട്ടുണ്ട്.
അവര് ക്യാമ്പിൽ നിന്ന് ഇങ്ങനെ മാറണം എന്നുള്ളൊരു ഇതുണ്ടായപ്പോ അങ്ങനെ വന്നതാണ്. അത് സർക്കാർ പൈസ തന്നല്ലോ അതിന്. ആ 10,000 റുപ്യ നമുക്കൊരു പൈസ കയറിയിട്ടുണ്ട്. വേറെ സർക്കാർ ഒന്നും അത് തന്നിട്ടില്ല. ഈ അക്കൗണ്ടിലായിരുന്നെങ്കിൽ അതുകൂടി ബാങ്കുകാർ പിടിച്ചോണ്ട് പോയനായിരുന്നു. അത് അക്കൗണ്ടിലാണോ വന്നത്? ഈ അക്കൗണ്ടിൽ തന്നെ വന്ന അതിന് പിടിച്ചിട്ടൊന്നുമില്ല. ഈ 1500. അപ്പൊ അത് പിടിക്കുന്നതിന്റെ മുന്നാണ് ബാങ്കുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് അവര് പറഞ്ഞ് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഇനി പിടിക്കൂല എന്നൊക്കെ മാനേജർ പറഞ്ഞിരുന്നു.